ഈ പുതിയ കഥാപ്രസംഗത്തിന്റെ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു അഭിപ്രായം പറയാനുണ്ട്. ആ കേൾക്കട്ടെ. കഥാപ്രസംഗം ഇന്നലെ അവിടെ തുടങ്ങുന്ന സമയത്ത് ആകെ 10-20 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാണാനല്ലേ. പക്ഷെ ഒരു 5-6 കഴിയുമ്പോഴത്തേക്ക് അവിടെ ഫുള്ള് ആൾക്കാരായിരുന്നു. കഥാപ്രസംഗത്തെ നമ്മൾ മാറ്റി നിർത്തുകയല്ല വേണ്ടത്. ശരിക്കും കഥാപ്രസംഗത്തിന് ആളുണ്ട്, കേൾവിക്കാരുണ്ട്, കാഴ്ചക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു 7-8ാമത്തെ സ്റ്റേജാണ്. കഴിഞ്ഞ വർഷം തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാനിത് പഠിപ്പിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് വേണ്ടാന്ന് ചോദിച്ചതായിരുന്നു. പക്ഷേ ഇവർ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പഠിപ്പിക്കണം, അവർ ഭയങ്കര ടീമായിട്ട് ഓക്കെ ആയിട്ട് കൂടെ വന്നിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലാസ്റ്റ് പേജ് എന്ന് പറയുന്ന എൻ്റെ ഒരു ഡോക്യുമെൻ്ററിയാണ് നമ്മളിതിനെ ബേസ് ചെയ്തിട്ട് ഇത് ചെയ്തത്. അപ്പം എനിക്ക് തോന്നിയ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മ്യൂസിക്സ് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഈ ഹാർമോണിയത്തിൻ്റെ സെറ്റിൽ ഒരു സാർ നേരത്തെ പറഞ്ഞ പോലെ പതിഞ്ഞ വൈകാരിക ആഴത്തിലിറക്കാൻ വയലിൻ ഉപയോഗിച്ചാൽ മതി. പക്ഷേ വയലിൻ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ പരമ്പരാഗത രീതിയിൽ നിന്ന് കുറച്ചൊന്ന് പുറത്തേക്ക് വരുമ്പോൾ സംഗീത മേഖലയിലൊക്കെ മാറിയല്ലോ. അങ്ങനെ വരുമ്പോൾ ജഡ്ജസിനാണ് പേടി. അല്ല, അതിനനുസരിച്ച് അതിൽ മാനുവൽ മാറ്റം. പക്ഷേ കലോത്സവത്തിന് പുറത്ത് കഥാപ്രസംഗത്തിന് അങ്ങനെ മാറിക്കൂടെ? അവിടെ ഒരു മാനുവലും ഇല്ല, ഒരു ജഡ്ജും ഇല്ല. ജനങ്ങളാണ് വിധികർത്താക്കൾ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു തുടക്കത്തിലേക്ക് ഞങ്ങൾ തുടങ്ങുകയാണ്. ഇതിനകത്തേക്ക് ഒരു വയലിൻ ആഡ് ചെയ്യുന്നു, അതേപോലെ ഒരു ഫ്ലൂട്ടും കൂടെ ചേർത്തുകൊണ്ട് പൊതുവേദിയിലേക്കുള്ള 20 മിനിറ്റ് കഥാപ്രസംഗം ചെയ്യാമെന്നാണ്. കീബോർഡ് ഒരു ബെറ്റർ ഓപ്ഷൻ അല്ലേ? വളരെ ബെറ്റർ. ഒരുപാട് ഇമോഷൻസിനെ. പക്ഷെ ആളുകളുടെ ഉള്ളിൽ ഇപ്പോഴും എന്താന്ന് വെച്ചാല് ഈ കഥാപ്രസംഗം എന്ന് പറയുമ്പോൾ ഹാർമോണിയെ പറ്റി വേണം. അത് വെച്ചോ, ആ രീതിയിലൊരു സാധനം അതിരിക്കട്ടെ. അത് ഹാർമോണിയം നമ്മുടെ ഒരു സംഗീതത്തിന്റെ വികാരമാണ്. തീർച്ചയായും അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ പരീക്ഷണങ്ങളിലൂടെ കൂടുതൽ പ്രേക്ഷകരെ, കാഴ്ചക്കാരെ, കേൾവിക്കാരെ, ജനങ്ങൾ ഇത് സ്വീകരിക്കും. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ, കലോത്സവ വേദിയിൽ ഈ പറയുന്ന മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് മാറാനൊരു സാഹചര്യം ഉണ്ടായാൽ കുട്ടികൾക്ക് ഈ ഒരു പേടി, ഞങ്ങൾ വയലിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം മാർക്ക് കിട്ടില്ല എന്നുള്ളൊരു പേടി മാറിയാൽ തന്നെ ഈ സാധനം പറ്റും. ആ ഒരു സജഷൻ വളരെ വാല്യുബിൾ ആണ്. തിരിച്ച് അതിന് തന്നെ പറയുന്നത് പൊതുവിടങ്ങളിൽ കഥാപ്രസംഗത്തെ അങ്ങനെ നവീകരിച്ചാലുണ്ടല്ലോ ഇത് വേഗം മാറും. തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം, ശ്രമിക്കാം. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു ആരാ ഏതാ. താങ്ക് യു. പേരെന്താ? എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഒരു കാര്യം മനസ്സിലായി, ഈ കുട്ടികളെ പഠിപ്പിച്ചയാളാണ്. ഞാൻ ഉടലാട് എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ. താങ്ക് യു.